മൃഗണ്ടു എന്ന മുനി പുത്രലാഭത്തിനു വേണ്ടി ഏറെക്കാലം പരമശിവനെ തപസ് ചെയ്തു. ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ ചോദിച്ചു, 100 വയസ്സുവരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ മകനെ വേണോ, അതോ 16 വയസ്സ് മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ മകനെ മതിയോ? ആയുസ് കുറയുമെങ്കിലും അറിവുള്ള ഒരു മകനെ മതിയെന്ന് മുനി ഉത്തരം പറഞ്ഞു. അതുപ്രകാരം തനിക്ക് പിറന്ന മകനെ മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയായ മകനെ 16 വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി. 16 വയസ്സ് മാത്രമേ തനിക്ക് ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ കഠിനമായ ശിവഭജനം ആരംഭിച്ചു. ശിവലിംഗത്തിന് മുമ്പിൽ മന്ത്രം ചൊല്ലി മാർക്കണ്ഡേയൻ പ്രാർത്ഥനാനിരതനായപ്പോൾ മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിന്റെ മുകളിൽ ഏറി വന്നു. കാലന്റെ വിളികേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാലൻ ഉരുക്കെറിഞ്ഞ് വലിച്ചപ്പോൾ ശിവലിംഗം അടക്കം പിഴുതു വീണു. കോപാകുലനായ പരമേശ്വരൻ തൃക്കണ്ണു തുറന്ന് കാലനെ ഭസ്മമാക്കി. ശേഷം ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടായി. അതിന് പരിഹാരമായി പരമശിവന്റെ ഇടത്തെ തൃക്കാലിന്റെ പെരുവിരലിൽ നിന്ന് ഗുളികൻ എന്ന ജീവൻ ജനിച്ചു. ത്രിശൂലവും കാലപാശവും നൽകി കാലന്റെ പ്രവൃത്തി ചെയ്യാൻ ഗുളികനെ മഹാദേവൻ നിർദ്ദേശിച്ചു. ഗുളികന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ പ്രധാനം കരിങ്കലശമാണ്. ഉത്തര കേരളത്തിലെ 73% കാവുകളിലും ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവനാണ് ഗുളികൻ. ഉത്തര കേരളത്തിലെ മലയ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു. യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ. പുറങ്കാലൻ, കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട്. ഉത്തര കേരളത്തിലെ ഒട്ടുമുക്ക സമുദായങ്ങളും ഗുളികനെ ആരാധിക്കുന്നവരാണ്. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമാണ്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവനാണ് ഗുളികൻ. സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉപാസകർ ഉറച്ചു വിശ്വസിക്കുന്നു. ജനനമരണകാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത്. അന്തകൻ എന്ന നിലയിലും ജനനമരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യ സ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്ന് പറയുന്നു. ഭക്തർക്ക് സംഭവിക്കുന്ന സർവദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ. ഗുളികന് ഉത്തര കേരളത്തിന്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനാ ഉപാസനാ ലക്ഷ്യം തികച്ചും ഒന്നു തന്നെയാണ്. തെയ്യമെന്ന പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടി ആടാറുണ്ട്. പൊതുവെ 101 ഗുളികന്മാർ ഉണ്ടെന്നാണ് വിശ്വാസം. അതിൽ ചിലതാണ് കാലഗുളികൻ, മന്ത്രഗുളികൻ, കരിങ്കുളികൻ, മാരണഗുളികൻ, വിഷ്ണുഗുളികൻ, രാഹുഗുളികൻ, അന്തിഗുളികൻ, പാതിരാഗുളികൻ എന്നിവ.